ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പപ്പായ കൊണ്ട് അവിയലാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഇതിൻ്റെ ടേസ്റ്റ്. നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. അതുമാത്രമല്ല, ഇതിനധികം ഇൻഗ്രീഡിയൻസും വേണ്ട. ഒരു പപ്പായയും ഒരു സവാളയും കുറച്ച് തേങ്ങയുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള പപ്പായ അവിയൽ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ പപ്പായയാണ്. അധികം വിളയാത്തൊരു പപ്പായ എടുക്കുക കേട്ടോ. വിളഞ്ഞ പപ്പായ ആണെങ്കിൽ മധുരം കാണും അതിന്, അതുകൊണ്ട് അതെടുക്കരുത്. അപ്പോൾ കറിക്ക് മധുരമായി പോവും. അപ്പോൾ ആദ്യം വിളയാത്ത ഒരു ഇടത്തരം പപ്പായ എടുക്കുക. അതിനുശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അതിനകത്തൊരു തോല് പോലുണ്ട്, അതെല്ലാം ക്ലീനാക്കി എടുക്കുക. ഇനി നമ്മൾ അവിയൽ അരിയുന്നത് പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. ഒരുപാട് കനം കുറച്ച് അരിയരുത്. ഈ ഒരു പരുവത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഒരു മീഡിയം രീതിയിലുള്ള നീളത്തിൽ അരിഞ്ഞെടുക്കാം. നമ്മുടെ ഈ ചാനലിൽ തന്നെ പപ്പായ കൊണ്ടുള്ള കറിയും മെഴുക്കുപുരട്ടിയും ഒക്കെ തയ്യാറാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതും കൂടെ കാണണം കേട്ടോ. നല്ല സൂപ്പർ റെസിപ്പിയാണ്. ഇപ്പം എന്താ, നമ്മുടെ ഓമയ്ക്കയെല്ലാം നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇടണം. അതിൻ്റെ കറയൊക്കെ ഒന്ന് മാറാനാണ്. പിന്നെ കഴുകിയെടുക്കുമ്പോൾ ഇത് കണക്കൊന്ന് നല്ലതുപോലെ ഒലച്ച് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. ആ ഒരു സമയം നമുക്കൊരു സവാളയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനിയൊരു പാനിലേക്ക് നമുക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ ഒരു സവാള നീളത്തിലരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ എരിയ മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് മുതൽ 3/4 ഗ്ലാസ് വെള്ളം, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം, ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് എത്തി വരട്ടെ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ വെന്ത് വരണം. ആ ഒരു സമയത്ത് നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലിരുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. അതോടൊപ്പം ഒരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടമുളകാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഒരു പിടി കൊച്ചുള്ളിയാണ് എടുക്കുന്നത് കേട്ടോ. കൊച്ചുള്ളി നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി, അത് കണക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 തണ്ട് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്ക് ഒരു അവിയലിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം എന്താ, നമ്മുടെ പപ്പായ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നടുക്കോട്ട് ഇതേ കണക്കൊന്ന് നീക്കി കൊടുക്കാം. ഇനി സെൻറ്ററിലായിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അവിയലിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ പപ്പായൻ്റെ പുറത്തോട്ടൊന്ന് തട്ടിപ്പൊത്ത് വെച്ച് കൊടുക്കാം. സിമ്മിലോട്ട് വേണം കേട്ടോ തീയിടാൻ. ഇനി വെള്ളം വളരെ കുറവാണ്. നമ്മുടെ അരപ്പും കൂടെ ഒന്ന് വെന്ത് വരണം. കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് ആ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണമാണ് ഇവിടെ വരുന്നത്. നമ്മൾ ആ വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള മണമാണ് വരുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഉണ്ട്, അതൊന്ന് വറ്റി വരണം. നമ്മുടെ പപ്പായയൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇരിക്കാൻ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ടുള്ളൊരു ഐറ്റമാണ് പപ്പായയും സവാളയും കുറച്ച് തേങ്ങയും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറി തയ്യാറാക്കാം. ചോറിനോട് വേറെ ഒരു കറിയും വേണ്ട. ഇതിങ്ങനെ വാരിയിട്ട് നമുക്ക് ഞെവിടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ളൊരു നല്ല സിമ്പിൾ റെസിപ്പിയായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.